മെഗാ തിരുവാതിരക്കളിയിൽ സന്നിഹിതരായ ഓരോ അംഗങ്ങൾക്കും പാലക്കാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും തിരുവാതിര കളിക്കുവാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്ന എല്ലാ നൃത്ത ഗുരുകുലങ്ങൾക്കും അതിനെ പ്രതിനിധീകരിച്ചു വരുന്ന എല്ലാ അംഗങ്ങൾക്കും സാന്ദീപനി സ്വീകരിക്കാൻ കുറച്ചുകൂടി നമുക്ക് കൺവീനിയൻ്റ് ആയിട്ടുണ്ടാവുക. എല്ലാവരും സഹകരിക്കണം. പൈതൃക ജില്ല പാലക്കാടിൻ്റെ ഈ സാംസ്കാരിക വേദിയെ ധന്യമാക്കാനായി ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച ശ്രീമാൻ പാലക്കാട് മുരളി, ഇതിൻ്റെ പന്തൽ സൗകര്യവും നമുക്ക് കളിക്കുവാനുള്ള പ്ലാറ്റ്ഫോമും നമുക്ക് അറേഞ്ച് ചെയ്തു തന്ന പന്തൽ ബാബുവേട്ടൻ, എട്ടങ്ങാടി വിഭവം നമുക്ക് വേണ്ടി തയ്യാറാക്കിയ സാന്ദീപനി സാധനാലയത്തിൻ്റെ പ്രദീപേട്ടൻ, ശശിയേട്ടൻ, ലൈറ്റ് ആൻഡ് സൗണ്ടിൻ്റെ അംഗങ്ങൾ, നമുക്ക് ഈ സ്റ്റാൾ നൽകി നമ്മളുടെ ഭക്ഷണ വിതരണം സുഗമമാക്കാനായി ഇവിടെ എത്തിച്ചേർന്ന സേവാഭാരതിയുടെ അംഗങ്ങൾ, പ്രത്യേകിച്ച് മാത്തൂർ സേവാഭാരതിയുടെ പ്രസിഡന്റായ ശ്രീമാൻ വിജയേട്ടൻ എന്നിവർക്കും ആദരവുണ്ട്. എല്ലാവരും വേദിയുടെ അടുത്തേക്ക് വരണം. മുരളിയേട്ടൻ, ബാബുവേട്ടൻ, പ്രദീപേട്ടൻ, ശശിയേട്ടൻ, ലൈറ്റ് ആൻഡ് സൗണ്ടിൻ്റെ അംഗങ്ങൾ, മാത്തൂർ സേവാഭാരതി പ്രസിഡന്റ് വിജയേട്ടൻ, കാവിൽ ഭഗവതി ക്ഷേത്രം പാരമ്പര്യ ട്രസ്റ്റിയും അംഗങ്ങളും ഇവിടെ എത്തേണ്ടതാണ്. വേദിയുടെ ഭാഗത്തേക്ക് വരേണ്ടതാണ്. പൈതൃക ജില്ല പാലക്കാട് സാന്ദീപനി സാധനാലയം ചാരിറ്റബിൾ ട്രസ്റ്റും സാധന മാതൃസമിതിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ നടക്കുന്ന മെഗാ തിരുവാതിരക്കളി, നയനാനന്ദകരമായ കളി ഇവിടെ സമാപിച്ചിരിക്കുകയാണ്. നമ്മളുടെ വിശിഷ്ട സാന്നിധ്യങ്ങൾ ഓരോരുത്തരെയും അനുമോദിക്കുകയാണ്. നമുക്ക് ഈ വേദി സജ്ജമാക്കി തന്ന ഇതിന് പിന്നിൽ പ്രവർത്തിച്ച പാലക്കാട് മുരളി, ബാബുയേട്ടൻ, പ്രദീപേട്ടൻ, ശശിയേട്ടൻ, ലൈറ്റ് ആൻഡ് സൗണ്ടിൻ്റെ ഭാരവാഹികൾ, സേവാഭാരതി മാത്തൂർ പ്രസിഡന്റ് ശ്രീമാൻ വിജയേട്ടൻ, ആനിക്കോട് കാവിൽ ഭഗവതി ക്ഷേത്രം പാരമ്പര്യ ട്രസ്റ്റി ശ്രീമാൻ സൂര്യനാരായണൻ അവർകൾ, മറ്റു കമ്മിറ്റി അംഗങ്ങൾ, എല്ലാവരെയും ആദരിക്കപ്പെടുന്നു.
ഈ അനുമോദനങ്ങൾക്ക് ശേഷം സാന്ദീപനി സാധനാലയത്തിൻ്റെ സബരിക്ക് ഇന്ന് തുടക്കമാവുകയാണ്. പ്രശസ്ത സംഗീത ഉപാസകൻ ശ്രീ രവീന്ദ്രൻ അച്ഛനേത്തിൻ്റെ ഈ സംഗീത വിരുന്ന് ഉദ്ഘാടനം ചെയ്യുന്നത് ശ്രീമാൻ പാലക്കാട് മുരളി അവർകളാണ്. ഈ സംഗീത സബരിയ കഴിഞ്ഞും അത് ആസ്വദിച്ചുകൊണ്ടും ഇവിടെ തയ്യാറാക്കിയ എട്ടങ്ങാടി വിഭവം ഭുജിച്ചുകൊണ്ടും മാത്രമാണ് നമ്മളുടെ ഈ വേദിയും സദസ്സും ഒക്കെ പൂർണ്ണമാകുന്നത്. എല്ലാവരും സഹകരിക്കുക. നൽകി കഴിയുന്നതേ ഉള്ളൂ. ഈ സാംസ്കാരിക വേദി ഒരുക്കിയതിന് പിന്നിൽ പ്രവർത്തിച്ച വ്യക്തിത്വങ്ങളെയും ഇവിടെ ആദരിക്കുകയാണ്. വിളിക്കുന്ന ക്രമത്തിൽ വേദിയിലേക്ക് വരണം. പാലക്കാട് മുരളി, ബാബുയേട്ടൻ, പ്രദീപേട്ടൻ, ശശിയേട്ടൻ, ശ്രീജിത്തേട്ടൻ, നമ്മുടെ വീഡിയോ സുജിഷേട്ടൻ, സേവാഭാരതിയുടെ മാത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് വിജയേട്ടൻ, ആനിക്കോട് കാവിൽ ഭഗവതി ക്ഷേത്രം പാരമ്പര്യ ട്രസ്റ്റി ശ്രീമാൻ സൂര്യനാരായണൻ ചേട്ടൻ, പൂർണ്ണമാക്കാൻ ഇതിന്റെ പുറകിൽ പ്രവർത്തിച്ച വ്യക്തിത്വങ്ങളെ വേദിയിൽ ആദരിക്കുന്നു. പാലക്കാട് മുരളി, ഭക്ഷണമൊരുക്കിയ പ്രദീപ് ശശി അവർകൾ, ലൈറ്റ് ആൻഡ് സൗണ്ട് ശ്രീജിത്ത് എസ് പ്രോ ഓഡിയോ, സേവാഭാരതി മാത്തൂരിൻ്റെ പ്രസിഡന്റായ ശ്രീമാൻ വിജയേട്ടൻ, വീഡിയോ സുജീഷേട്ടൻ, പാനപ്പറമ്പ് ക്ഷേത്ര മൈതാനി നമുക്ക് അനുവദിച്ച ശ്രീ കാവിൽ ഭഗവതി ക്ഷേത്രം ആനിക്കോടിൻ്റെ പാരമ്പര്യ ട്രസ്റ്റിയായ സൂര്യേട്ടൻ, ക്ഷേത്രം ചെയർമാൻ ശ്രീമാൻ പ്രകാശ് അവർകൾ, നയനാനന്ദകരമായ ഈ നൃത്തവിരുന്നിൻ്റെ സ്നേഹോപഹാര വിതരണ ചടങ്ങാണ് ഇപ്പോൾ നടക്കുന്നത്. ഇതിനുശേഷം പ്രശസ്ത സംഗീതജ്ഞൻ ശ്രീ രവീന്ദ്രൻ അച്ഛനെത്ത് നയിക്കുന്ന നാദോപാസന ഓർക്കസ്ട്രയുടെ സമാരംഭം ഭക്തി ഗാന തരംഗിണി. അതിനായി ഇവിടെ വേദി ഒരുങ്ങുകയാണ്.
ഈ നൃത്ത വിരുന്നിനു ശേഷം ഒരു വലിയ സംഗീതത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. തിരുവാതിരക്കളിയുടെ ഭാഗമായി, വ്രതത്തിന്റെ ഭാഗമായി മകീരം നക്ഷത്രമായി ഇന്ന് എട്ടങ്ങാടി വിഭവവും പുഴുക്കും ഇവിടെ ഉണ്ട്. മൂന്ന് മണിക്കൂറോ? അതൊന്ന് തൽക്കാലം ക്യാൻസൽ ചെയ്താലും ടിക്കറ്റ് ക്യാഷ് കിട്ടില്ല. ഈ വിഭവം തയ്യാറാക്കിയ പ്രദീപേട്ടൻ, ശശിയേട്ടൻ, ലൈറ്റ് ആൻഡ് സൗണ്ട് ശ്രീജിത്ത് എസ് പ്രോ ഓഡിയോ. കാണാനില്ല. നമ്മളുടെ ഇന്നത്തെ ഈ കളിക്ക് സൗകര്യം ചെയ്തു തന്ന ബാബുവേട്ടനെ ആദരിക്കുകയാണ്. നല്ലൊരു കൈയടി കൊടുക്കുന്നു. അദ്ദേഹം നമ്മുടെ ഒപ്പം കൂടി എല്ലാ കാര്യങ്ങളും നിർവഹിച്ചു. തിരുവാതിര കളിക്ക് കൂടിയില്ലാന്നേ ഉള്ളൂ, ബാബുവേട്ടൻ നമ്മുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. ലൈറ്റ് ആൻഡ് സൗണ്ട് ശ്രീജിത്ത് എസ് പ്രോ ഓഡിയോ. മാത്തൂർ സേവാഭാരതി പ്രസിഡന്റ് ശ്രീമാൻ വിജയേട്ടൻ. നമ്മുടെ ഭക്ഷണം ഒരുക്കി തന്ന പ്രദീപേട്ടനെയും ശശിയേട്ടനെയും ആദരിക്കുന്നു. ലൈറ്റ് ആൻഡ് സൗണ്ട് ശ്രീജിത്ത് എസ് പ്രോ ഓഡിയോ. നല്ലൊരു കയ്യടി കൊടുക്കാം. നമുക്ക് എട്ടങ്ങാടി തയ്യാറാക്കി തന്നത് ഇദ്ദേഹം ശ്രീജിത്ത് എസ് പ്രോ ഓഡിയോ. നല്ലൊരു കയ്യടി കൊടുക്കാം. വീഡിയോ നിർവഹണം ശ്രീമാൻ സുജീഷേട്ടൻ. നമുക്ക് ഈ ആനിക്കോട് പാനപ്പറമ്പ് ക്ഷേത്ര മൈതാനി അനുവദിച്ചു തന്ന കാവൽ ഭഗവതി ക്ഷേത്രം പാരമ്പര്യ ട്രസ്റ്റി ശ്രീമാൻ സൂര്യേട്ടൻ. സേവാഭാരതി മാത്തൂർ പ്രസിഡന്റ് ശ്രീമാൻ വിജയേട്ടൻ. ആനിക്കോട് കാവിൽ ഭഗവതം ക്ഷേത്രം ചെയർമാൻ ശ്രീമാൻ പ്രകാശ് ഏട്ടൻ. നല്ലൊരു കൈയടിയോടുകൂടി നമുക്ക് ഇവരെയും അനുമോദിക്കാം. നമ്മുടെ മെഗാ തിരുവാതിര കളിയുടെ നടത്തിപ്പിനായി പൈതൃക ജില്ലാ വെൽഫെയർ ട്രസ്റ്റിന്റെ സാരഥിയായ ഡോക്ടർ ശ്രീ ശ്യാം പ്രസാദ് അവർകളെ നമ്മുടെ ബഹുമാന്യനായ MP ആദരിക്കുകയാണ്. മലബാർ ദേവസ്വം ബോർഡ് ഏരിയ കമ്മിറ്റി ചെയർമാൻ ശ്രീമാൻ ദണ്ഡവാണി ഏട്ടൻ കൂടെ. നല്ലൊരു കയ്യടി കൊടുക്കാം. നമുക്ക് ഇത്രയും കാര്യങ്ങൾ ചെയ്തു തന്ന മഹത് വ്യക്തിത്വങ്ങളാണ്. വളരെ സന്തോഷം. തിരുവാതിര കളി കളിച്ച ഓരോ ഗ്രൂപ്പിലെ നൃത്ത അധ്യാപകർ വേറെ വഴിയില്ല. മെഗാ തിരുവാതിരക്കളിയുടെ സർട്ടിഫിക്കറ്റും ഷോളും വാങ്ങിച്ചതിന് ശേഷം ഈ നൃത്ത അധ്യാപകരെ ആദരിക്കാം. ടീം അംഗങ്ങൾക്കുള്ള സർട്ടിഫിക്കറ്റ്സ് വിതരണമാണ്. പൂർണിമ നിങ്ങളെ നൃത്തം പരിശീലിപ്പിച്ച അധ്യാപകരാണ്. കൃഷ്ണകൃപാ നൃത്ത വിദ്യാലയത്തിന്റെ സാരഥിയായ കൃപ PK. നമ്മുടെ നല്ലൊരു കൈയടി കൊടുക്കൂ. ശ്രീ പാർവതി മൂത്താന്തര, ദിവ്യ വെങ്കടേഷ് കൂടി നമുക്ക് അവരെ അനുമോദിക്കാം. നിങ്ങളുടെ ഗുരുനാഥന്മാരാണ്. നല്ലൊരു കയ്യടി കൊടുക്കൂ. കയ്യടി പോരാ, കയ്യടിക്കുന്നതിൽ പിശുക്ക് കാണിക്കരുത്. ശ്രീഭദ്ര എഴക്കാട്, മൃദുല വിനോദ്. ശ്രീഭദ്ര എഴക്കാട്, മൃദുല
വീശലം തച്ചങ്കാട് ശ്രീ ദുർഗ ടീം ബിന്ദു മോഹനകൃഷ്ണൻ, ശ്രീമതി ബിന്ദു മോഹമാറ ജയലക്ഷ്മി ആൻഡ് ടീം, ദേവി കൃപാ നൃത്ത വിദ്യാലയം നെന്മാറ ജയലക്ഷ്മി, ഗീതാ ഗോവിന്ദം അഷ്ടപതി ഗ്രൂപ്പിന്റെ സാരഥി ശ്രീമതി ഗീതാ പ്രസാദ്, അഷ്ടപതി ഗ്രൂപ്പ് ഗീതാ പ്രസാദ്. നല്ലൊരു കൈയടി കൊടുക്കൂ. ശിവശക്തി കൊടുങ്ങരപ്പള്ളി, ശിവശക്തി ഗ്രൂപ്പ് രേണുക, ശ്രീമതി രേണുക ആനിക്കോട് തിരുവാതിര ഗ്രൂപ്പ്. നല്ലൊരു കൈയടി കൊടുക്കൂ. സാധന മാതൃസമിതിയിലെ ഊർജ്ജസ്വലയായ വനിതയാണ്. പടിഞ്ഞാറേത്തറ മാത്തൂർ ടീം ദീപ ചേച്ചി, പടിഞ്ഞാറേത്തറ, പടിഞ്ഞാക്കര തേനൂർ ശ്രീമതി വിനോദിനി ചേച്ചി. വളരെ ഭംഗിയായി കളി അവതരിപ്പിച്ചത്. നല്ലൊരു കൈയടി കൊടുക്കൂ, പിശുക്ക് കാണിക്കരുത്. വിനോദിനി ചേച്ചി. നല്ലൊരു കൈയടി കൊടുക്കൂ. അതിലുപരി നമ്മുടെ എല്ലാവരുടെയും നൃത്ത അധ്യാപിക, നമുക്ക് അവരെയും അനുമോദിക്കാം. നയനാനന്ദകരമായ ഈ സംഗീത വിരുന്നിന് ശേഷം പ്രശസ്ത സംഗീതജ്ഞൻ ശ്രീ രവീന്ദ്രൻ അച്ഛനൊക്കെ നയിക്കുന്ന സാന്ദീപനി സാധനാലയത്തിൽ പങ്കെടുക്കാൻ പറ്റിയല്ലേ. പിന്നെ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ന്യൂ ഇയർ.